ഇതുണ്ട് ചൈനക്കാരൻ്റെ വല, അതാണ് ചീന വല. അവരും കണ്ടിട്ടുണ്ടാവും. ഞാനിതുവഴി ഇങ്ങനെ ബെസ്റ്റ് ഒന്ന് വന്നപ്പോൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയത്. അപ്പോൾ ഒന്ന് എടുത്തേക്കാന്ന് വെച്ചു. ഫോർട്ട് കൊച്ചിയിൽ ആ വലയുടെ കൗണ്ടർ വെയിറ്റ് ആണ് ഇവിടെ വരുന്നത്. ഇത് കണ്ടോ, ഇത്രയും വെയിറ്റ് കണ്ടോ, കല്ലൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അത് വെയിറ്റിന് വേണ്ടിയിട്ടാണ് കല്ലിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇവിടുന്ന് ഇത് ഉയർത്തി വിട്ട് കഴിയുമ്പോൾ അവിടെ താഴും. അവിടെ വെയിറ്റ് കൂടുതൽ എവിടെയാണ്, ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കണ്ട കെട്ടി വെച്ചിരിക്കുകയാണ് മുകളിലോട്ട് പോകാത്ത വിധത്തിൽ. എന്നിട്ട് പതുക്കെ ഇവിടുന്ന് വിട്ട് കൊടുക്കുന്നതനുസരിച്ച് അവിടെ താന്ന് വെള്ളത്തിലോട്ട് കിടക്കും. അപ്പോൾ രാത്രിയിലാണ് ബോട്ടൊക്കെ പോകാത്ത സമയങ്ങളിൽ ഇത് താഴോട്ട് ഇട്ട് വെക്കും. എന്നിട്ട് അതിൻ്റെ നടുക്ക് തീറ്റിയൊക്കെ ഇടും. അങ്ങനെ തീറ്റിയൊക്കെ ഇട്ട് രാവിലെ ഒന്നുമല്ല, ചിലപ്പോൾ അവർക്കൊരു നിശ്ചിത സമയമുണ്ട്. ആ സമയം കഴിയുമ്പോൾ എടുക്കും. ഉണ്ട്, അതിനകത്ത് കറണ്ടൊക്കെ ഉണ്ട്, ലൈറ്റൊക്കെ ഉണ്ട്. മീനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് രാത്രിയിൽ ലൈറ്റൊക്കെ ഇടും. ഇതിപ്പം ഇരുമ്പയിലാണ് ഈ ഭാഗങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ഉണ്ടോ, ശരിക്കും പണ്ട് കാലത്ത് എന്ന് പറയുമ്പം ഇതിൻ്റെ തേക്കിൻ്റെ തടിയിലാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മുളയുടെ കുറേ ഭാഗങ്ങളൊക്കെ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ. ഇപ്പം അങ്ങനെ ഇല്ല. ഇപ്പം എനിക്കൊരു അത്രയും നല്ല സൈസ് മുളയൊക്കെ കിട്ടാത്തതുകൊണ്ടായിരിക്കാം. പുള്ളി മേൽഭാഗങ്ങളൊക്കെ മുളയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതുകൊണ്ട് ഇങ്ങോട്ട് കയറുന്ന അപകടമാണ്. നമ്മൾ എപ്പോഴാണ് തലയും കുത്തി വെള്ളത്തിൽ പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കണ്ടാൽ ആളുകൾ വഴക്ക് പറയും അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ. ഇതുണ്ട്, സൂം ചെയ്ത് ഞാൻ കാണിക്കാം. പിന്നെ ഒരു പൊക്കമ്പം മിക്കവാറും നന്നായിട്ട് ഇവർക്ക് മീൻ കിട്ടാറുണ്ട്. ചില സമയങ്ങളിലൊക്കെ നല്ല മീനുകൾ ഇവർക്ക് കിട്ടും. ഇവിടെ മുഴുവൻ ഇതാണ് ചീന വലകളാണ് ഈ ഭാഗത്ത് മുഴുവൻ. ഉണ്ട്, ഇപ്പോഴും കൊച്ചിയിൽ വർഷങ്ങളുടെ പഴക്കമുള്ള അതേ ഇത് തന്നെയാണ്. പണ്ട് ഇവിടെ യുദ്ധം നടക്കുമ്പോൾ, രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പം ഇവിടെ പീരങ്കി പോലെ തെങ്ങ് കൊണ്ടൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമായിരുന്നു ഈ സൈഡിൽ മുഴുവൻ. ഞാനതിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു പേരപ്പൻ ഇവിടെ ഉണ്ടായിരുന്നു, പുള്ളി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്.